ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നേക്കണത്. നമ്മളിത് ഇതിക്ക് മുമ്പ് ഈ സെയിം കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് ഈ വണ്ടി പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് ഒന്നുകൂടി കയറ്റി നോക്കി എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്തുള്ളത് ഈ കാർബേറ്ററിൻ്റെ അടിഭാഗത്ത് സംഭവം നോക്കിയേ പൊടി പോലെ സംഭവം വന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് ഈ പെട്രോളിൽ വരുന്നത് ഇപ്പോഴത്തെ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് കിട്ടണത്. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നേക്കണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പൂപ്പലായി പിടിച്ച ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഈ വരുന്ന ഭാഗങ്ങളിലെല്ലാം വന്നേക്കുന്നത്. അതായത് ഇവിടെ ഓവർഫ്ലോ നീഡിൽ തന്നെയാണ് മെയിൻ ജെറ്റുകൾ വന്നത്. മെയിൻ ജെറ്റ് സ്ലോ ജെറ്റ് വന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ ഉള്ളിലും സെയിം പ്രോബ്ലം തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നിലവിൽ പെട്രോൾ ഓവർഫ്ലോ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഐറ്റം കറക്റ്റായിട്ട് ചെന്ന് അടയാതെ വരുമ്പോഴാണ്, കൃത്യമായിട്ട് അടയാതെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ നിന്ന് പുറത്തേക്ക് വരും, അതിനകത്തുനിന്ന് ലീക്കായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം തന്നെ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഇതേപോലെ ഫംഗസ് പിടിച്ച പോലെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വീണ്ടും നിലവിൽ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോള് ഓവർഫ്ലോ വരാതിരിക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ കാർബേറ്റർ അസംബ്ലി ഇതേപോലെ യൂണിറ്റായിട്ട് മാറ്റി പുതിയത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോഴും ഈ പുതിയ കാർബേറ്റർ വെച്ചാലും നമുക്ക് കിട്ടുന്ന പെട്രോൾ ഇതേപോലെ തന്നെ പെട്രോളാണ് വീണ്ടും മേടിക്കാൻ കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലവിൽ ഇപ്പോൾ പുതിയത് വെച്ചു എന്ന് പറഞ്ഞാൽ പോലും ചില കാർബേറ്ററുകൾക്കാണ് ഈ പ്രോബ്ലം ഉള്ളൂ. പുതിയ കാർബേറ്റർ ഇതേ മെറ്റീരിയൽ ഇതേപോലെ തന്നെ പ്രോബ്ലം ജനറേറ്റ് ചെയ്താൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ പെട്രോൾ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് കിട്ടും. അതായത് ഇപ്പോഴത്തെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അഡിറ്റീവ്സ് അത് ഇടയ്ക്കിടയ്ക്ക് പെട്രോളിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അതൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ കാർബേറ്റർ തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ അത് 2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ കാർബേറ്റർ മാറ്റി പുതിയത് വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും ലീക്ക് വരാൻ, അതായത് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോമൺ ആയിട്ട് കാണുന്നൊരു കംപ്ലൈൻ്റാണ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികൾക്കും ഈ കാർബേറ്റർ പ്രോബ്ലം വരുന്നത്. അതായത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ പിന്നെ കാർബേറ്റർ മാറ്റി കളയാനാണ് പറ്റുള്ളൂ. ഇപ്പോഴും നമ്മൾ കാർബേറ്റർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇനീഷ്യലായിട്ട് നമുക്കൊരു ചിലവ് വരും. കാരണം കാർബേറ്റർ ക്ലീനറിൻ്റെ വരും, ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വരും. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മുടക്കുന്ന പൈസ വേസ്റ്റാണ്, അത് പോകും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ കാർബേറ്റർ അസംബ്ലിയെ പാടി ഫുള്ളായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം പെട്രോളിൽ ഈ പറയുന്ന അഡിറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മാസം 6 മാസം കൂടുമ്പോൾ തന്നെ അതൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് നമുക്ക് ക്ലിയർ ആവുള്ളൂ. കാരണം കൂടുതൽ സമയം വന്ന് പെട്രോളിൽ നിന്ന് കെട്ടി നിൽക്കുമ്പോൾ തന്നെ പ്രശ്നമാണ് ഇത് മൊത്തം. ഇതിൻ്റെ അടിയിലൊക്കെ പെട്രോളിൽ വന്ന് കെട്ടി കിടക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തു പോകാം. അപ്പോൾ അങ്ങനെ തന്നെ പ്രോബ്ലംസാണ് ഇത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇനി അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കാർബേറ്റർ പുതിയത് മേടിച്ച് വയ്ക്കുക. അതാണ് നമുക്ക് ഇതുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എത്ര കോസ്റ്റ് വന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. കാർബേറ്റർ അസംബ്ലിക്ക് എത്ര വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ നോക്കിയിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അതനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമുക്ക് വാട്സാപ്പിൽ തന്നെ ഒന്ന് ചെയ്തുതരാം. അപ്പോൾ നമ്മൾ ആ റിപ്ലൈ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.